ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടുക്കള പണിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് മോൾക്ക് ലീവാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, മോൾക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ കുറച്ച് മെല്ലെയാണ് കേട്ടോ. വൈകി എണീക്കാനൊക്കെ ആകെപ്പാടെ വൈകുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒരുപാട് സമയമായിട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നൂലുപുട്ടാണ്, മാവ് അരച്ചതൊന്നുമില്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് അരിപ്പൊടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കണ്ണം ചേച്ചി നേരത്തെ എണീച്ചു കേട്ടോ. ഒന്ന് അതിശയായിട്ട് നേരത്തെ ആൾ എണീച്ചിരിക്കണു. നേരത്തെ പറഞ്ഞാൽ 8:30 ആയിട്ടോ. 8:30ക്ക് എണീച്ചു. മുഖമൊക്കെ കഴുകി പിന്നെ എൻ്റെ അടുത്ത് ചായ വെച്ചോന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ നൂലുപുട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം മോള് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ കടയ്ക്ക് പോയി അരിപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം നൂലുപുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ നന്നായി കുഴച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ മാവിനെ കുഴച്ച് നൂലുപുട്ട് ഉണ്ടാക്കുമ്പോഴേ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് കറി നമ്മൾ ചെറുപയർ കറിയാണ് ഇട്ടെന്ന് വെച്ചത്. ചെറുപയർ കുക്കറിലിട്ട് നന്നായിട്ട് ഒരു 5 വിസിൽ വന്നു. അത് പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത്, അതൊന്ന് രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ. വിളിച്ചു പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. 1 കിലോ അയിലയുണ്ട്, പിന്നെ 1/2 കിലോ ഞണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞണ്ടുക്കറിയാണ് സ്പെഷ്യൽ. ഇന്നൊരു സ്പെഷ്യൽ വെക്കാൻ പോകുന്നത് ഞണ്ടുക്കറിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്, കഴിക്കാൻ പോണത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പണിയുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നൂലുപുട്ടും പിന്നെ ചെറുപയർ കറി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലിട്ട് ഒരു 5 വിസിലടിച്ചിട്ട് പിന്നെ അതിന് നന്നായി ഉടച്ച് കടുക് താളിച്ച് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുക് താളിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമ്പിൾ കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നൂലുപുട്ടിനും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ചെറുപയർ കറി. പിന്നെ അതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട്, വാഷിംഗ് മെഷീനിലിടണം, വേണമെങ്കിൽ അത് ചെയ്തോന്ന് പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പം ഞാനവിടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അത് അവൾ വന്നിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇടാമെന്ന് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കുകയും വേണം, എന്നിട്ട് അവൾ ഹെൽപ്പ് ചെയ്യാൻ വരികയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കതിന് ചെയ്യില്ല നല്ലത്. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതാ ലിക്വിഡ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വലിയൊരു ക്യാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലു മാളിലേക്ക് പോയപ്പോൾ അവിടെ നല്ല ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് ഞാൻ ബോട്ടിലൊക്കെ ആക്കി കൊടുത്തു. പിന്നെ അത് അവൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അവൾ തന്നെ ഇടാമെന്ന് പറയുമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് മാറാൻ പറയുമായിരുന്നു. അങ്ങനെ ഇതാ അവൾ ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ അതാ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇടട്ടെ. അപ്പോൾ എനിക്ക് അവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ വാങ്ങിച്ച് വെച്ചത് അയിലയുണ്ട്, പിന്നെ ഞണ്ടും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അയിലക്കറി വെക്കാം കേട്ടോ. അപ്പോൾ അയിലക്കറി നമുക്ക് ആദ്യം വെക്കാം, കുറച്ച് വറുക്കണം, പിന്നെ കുറച്ച് ചാറും വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചൊന്ന് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നേരാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നത്, എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഒന്നും കൂടി നന്നായി ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടാ. ചിലപ്പോൾ ഞാൻ അകത്തുനിന്ന് ക്ലീൻ ചെയ്യും. ഇത് പിന്നെ കുറച്ച് എന്താ പറയുക, കളയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതാ നന്നായി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് പീസ് എടുത്തിട്ട് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് വറുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചാറൊക്കെ ഒന്ന് കലക്കി വെക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അയില ചാറ് വെക്കാനുള്ളതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കലക്കി വെച്ചത്. അതിലെന്തൊക്കെയുണ്ടെന്നറിയോ, പുളിയും തക്കാളി, അതുപോലെ ഒരു മിക്സി ജാറിൽ പുളി, തക്കാളി, അതുപോലെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട്. അങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ അതിലൊരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും എല്ലാം കൂടി ഉപ്പും കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കണേ. നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ പുളീനെ ഫുള്ളായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിഴിഞ്ഞ് ചണ്ടി കളയണം അങ്ങനെയൊന്നും പരിപാടിയില്ല. മിക്സിയിൽ നന്നായിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാറ് കുറച്ച് നന്നായിരിക്കും കേട്ടോ. ഇതും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അരച്ചൊഴിച്ചാലും മതി. കുരുവിനൊക്കെ കളയണേ. കുരുവിനൊക്കെ കളഞ്ഞ ശേഷം പുളീനെ മാത്രം എടുത്തിട്ട് കേട്ടോ. പുളിയും പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ മുളക് തേച്ച് വെച്ചിരിക്കുന്ന മീനും നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അതും വറുക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്രൈ പാനിലാണ് കേട്ടോ മീൻ വറുക്കണേ. അപ്പോൾ അതൊരു 6 മീനാണ് ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചാറ് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചു. അപ്പോൾ നമുക്ക് ആ മീനിനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 തിള വന്ന ശേഷമാണ് കേട്ടോ ഞാൻ മീനിടുന്നത്. അല്ലാതെ ഫസ്റ്റ് തന്നെ മീനിട്ട് കൊടുക്കണില്ല. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഞാൻ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി ചാറൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി, അതാണ്. അപ്പോൾ നമ്മുടെ കറിയായി, മീൻ വറുത്തതായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഷോപ്പിലൊരു ചെറിയ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമറെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ, തുളസിത്തറ. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് അടിച്ച് വെക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവർ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അതൊന്ന് ശരിയാക്കി വെക്കണം. അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വരാൻ തന്നെ സമയം 1:30 ആയിട്ടോ. പിന്നെ അതും കൂടി അടിച്ചു വെച്ച ശേഷം കുളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ അങ്ങനെ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഭയങ്കര ക്ഷീണമായി, ടയേർഡായിട്ടോ. ആകെ വയർത്ത് രാവിലെ തൊട്ട് പണിയായിരുന്നു കേട്ടെന്ന്. അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ അതാ ഞാൻ കുളിച്ചു ഫ്രഷായി. പിന്നെ ഞാനും മോളും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് വെക്കാൻ വേണ്ടി വന്നത്. പിന്നെ വൈകുന്നേരം കേട്ടോ ഞാൻ അത് വെച്ചത് ഒരു 3-3:30 സമയമൊക്കെ ആയി കാണും. അപ്പം ഇനി അതൊന്ന് കറി വെക്കണം. അപ്പോൾ പാനിലേക്ക് ഞാൻ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞണ്ടുക്കറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വെക്കണേ. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ആണ്. അപ്പോൾ ഞാൻ ചെറിയ 2 സവാള എടുത്ത് നന്നായി പൊടിയായി അരിഞ്ഞ് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ എല്ലാം മണം പോകുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ വഴറ്റിയ ശേഷം ഒരു തക്കാളി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഗ്ലാസ്സിൽ വന്നിട്ട് നാരങ്ങയാണ് കേട്ടോ. 1 സ്പൂൺ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങ നീര്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം നമുക്കിതിനെ തുറന്ന് വെച്ചിട്ടും വേവിക്കണം കേട്ടോ. കുറച്ച് കമ്മിയാക്കി വെക്കുക ഗ്യാസ്. ഇനി നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് കേട്ടോ. അത് കുറച്ചും കൂടി വേവണം. അപ്പോൾ നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു, പിന്നെ തുറന്ന് വെച്ച് വേവിച്ചു. ഇനി വെള്ളം ഒഴിച്ച ശേഷം ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേലെ വെതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാല അല്ല, ഗരം മസാലയും പിന്നെ മുളക് പൊടിയൊക്കെ അല്ലേ ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും പാചകങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.